മനുഷ്യന് ഒറ്റയ്ക്കിരിക്കാൻ ഒരു പരിധിയുണ്ട് കേട്ടോ. ഒറ്റയായിരിക്കാൻ നമുക്ക് കഴിയില്ല. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിരിക്കുന്നു. ഇനി ഫിസിക്കലി നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോഴും നമുക്കൊരു കൂട്ടുണ്ട്, നമ്മുടെ ഉള്ളിലെ നമ്മൾ തന്നെ. അപ്പോൾ മനുഷ്യന് പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കായിരിക്കാൻ പറ്റില്ല എന്ന്. ഈ കന്യാകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിന് എപ്പോഴും ഒരു തണുപ്പാണ്. ബീച്ചാണല്ലോ അവിടെ മുഴുവൻ. ആ ബീച്ച്, അവിടെ ഫെറി, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ കാണാൻ എത്ര നല്ല സ്ഥലങ്ങളല്ലേ. അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനോട് സഹായം ചോദിച്ചതാണ്. തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ എടുത്തതിന് ശേഷം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചു. പിന്നെ അദ്ദേഹം ഉണ്ടല്ലോ എനിക്ക് പല പോസ് പറഞ്ഞു തന്നു, പല ഷോട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് പല ഫോട്ടോസും എടുത്തു തന്നു. തമിഴ്നാട്ടിലുള്ള ഒരു ചെല്ലൈ മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി, അദ്ദേഹം പറഞ്ഞതാണ് ഈ ഷോട്ടൊക്കെ. അതിനനുസരിച്ച് ഞാൻ നിന്ന് കൊടുത്തു. അദ്ദേഹം എടുത്തു തന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇതാണ് പുള്ളി. എന്തൊരു സ്നേഹമുള്ള മനുഷ്യനാണെന്നറിയോ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ, ഒരു വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഇത്ര അധികം കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നു. പിന്നെ അവിടെ ഏറ്റവും എന്താ പറയുക, ഉള്ളിങ്ങനെ കിടുങ്ങുന്ന ഒരു സംഭവം കേട്ടോ. അത് ആ ഒരു കടലിൻ്റെ മേലെയുള്ള ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുക എന്ന് പറയുന്നത്. കന്യാകുമാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബീച്ചുകൾക്ക് അപ്പുറത്തോട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീല് തരുന്ന സ്ഥലമാണത്. അവിടെ വെറുതെ പോയി നിൽക്കുമ്പോൾ നട്ടുച്ചക്കാണെങ്കിൽ പോലും ഭയങ്കര കാറ്റാണ്. അപ്പോൾ ആ കാറ്റിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ മാത്രമാവുമ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കും, നമ്മുടെ ഇന്നർ വോയിസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും അത്. പിന്നെ ഈ കന്യാകുമാരിയിലുള്ള ഈ സോളോ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി വരുന്ന കാര്യം എന്താ അറിയോ, അവിടെ തങ്ങാനൊരു റൂം എടുക്കുക എന്ന് പറയുന്നതാണ്. അത് ഭയങ്കര പാടാണ്. ഞാനൊരു മുമ്പൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ ഒറ്റയ്ക്ക് കന്യാകുമാരി പോയിട്ട് അദ്ദേഹത്തിന് റൂം കൊടുക്കാത്തത്. കാര്യം ഈ മനസ്സുമെടുത്ത ആൾക്കാരൊക്കെ പൊതുവെ ആത്മഹത്യക്ക് ചെല്ലുന്ന സ്ഥലമാണ് പോലും അത്. അപ്പോൾ അവിടെ ലോഡ്ജിൽ ഒറ്റയ്ക്ക് മുറിയെടുത്തിട്ട് അവിടെ എങ്ങാനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിയായല്ലോ. അതുകൊണ്ട് അവർ തരില്ല എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് ഞാനത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. എനിക്കും കിട്ടിയില്ല. ഞാൻ കുറേ അലഞ്ഞ് പലരും പറഞ്ഞു വിട്ടു. അവസാനം ഒരു ചേട്ടൻ എനിക്ക് കൃത്യമായിട്ട് ഇതുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഒരു മുറി എനിക്ക് അദ്ദേഹം തരികയും ചെയ്തു. ഇതുകൊണ്ടൊക്കെയാണ് കൊടുക്കാത്തത്, കന്യാകുമാരി വേറെ എവിടെ നിന്നും കിട്ടില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തരികയും ചെയ്തു. അവിടെ പോയപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് അതാണ് തോന്നിയത്. ബാക്കി എന്താ പറയുക, ഒറ്റയ്ക്ക് നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് ആനന്ദം കൂടും. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇന്നർ വോയിസിനോടാണല്ലോ, നമ്മുടെ ഉള്ളിലെ നമ്മളോടാണല്ലോ. ഈ ബീച്ച് അവിടെ കന്യാകുമാരി അവിടെ ടൗണിൽ പോയിട്ട് ഇറങ്ങി ഈ ബീച്ചിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ അലയാന്ന് പറയുന്നതായിരുന്നു ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യം. നമുക്കറിയാത്ത ആളുകളുടെ ഇടയിൽ അവർ നമ്മളെ നോക്കുന്നുണ്ടോ, നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. ആളുകൾ എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ നടക്കാവോ, അങ്ങനെ ഇരിക്കാവോ, അതൊക്കെ ആയിരുന്നില്ലേ നമ്മൾ പ്രശ്നം. അപ്പം നമ്മളെ ആരും തിരിച്ചറിയാത്ത ഒരു നാട്ടിൽ പോയിട്ട് നമ്മൾ ആ കുട്ടിക്കാലത്ത് ഒതുക്കി വെച്ചിരുന്ന ആ എല്ലാ ഫീലിങ്സും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ ഭാരം ഒഴിയും, കുറേ സ്ട്രെസ് ഒഴിയും. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇങ്ങനെയൊന്നും നമ്മുടെ പാടുള്ള ടൗണിൽ നിന്ന് നമുക്ക് പറ്റില്ലായിരിക്കും. അങ്ങനെ കുട്ടിക്കാലവും സമൂഹവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പാടില്ല ഇത് പാടില്ല എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നമ്മളെ ഒട്ടും അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഓടുമ്പം ചാടുമ്പം ചിരിക്കുമ്പം ഒരു സെൽഫി സ്റ്റിക്കിനും ഒരു ഫോണിനും നേരെ നോക്കിയിട്ട് കുറേ നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പം എന്തൊക്കെയോ ഭാരം മനസ്സിൽ നിന്ന് ഒഴിയുന്നത് പോലെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ സോളോ ട്രിപ്പ് ഉണ്ടല്ലോ, അത് ആ കുതിരയുടെ കൂടെ ഓടുന്നത് പോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൻ്റെ കൂടെ യാതൊരു പേടിയില്ലാതെ ഓടാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, നല്ല ഓർമ്മകൾ കന്യാകുമാരി ട്രിപ്പും സമ്മാനിച്ചു. താങ്ക്